സന്തതം ശരണം നീയേ, സന്മനം തരണം നാഥ, നന്മ മഴയിൽ ഞാൻ നനയേണം. എൻ്റെ എന്നും നിന്നാൽ സർവം ദൈവമയമാണീ മണ്ണിൽ, എൻ്റെ എന്നും മുൻപിൽ നീ മാത്രം. കുരിശിൻ്റെ വഴിയാണേ കഥനങ്ങളേറ്റിടാൻ പാതേയമായി നിൻ വചസുകൾ. ഇരുളിൻ്റെ നേരത്തോ ഒരഗ്നിഗോളം പോലെ സഹചാരിയായി നിൻ ഓർമ്മകൾ. സന്തതം ശരണം നീയേ, സന്മനം തരണം നാഥ, നന്മ മഴയിൽ ഞാൻ നനയേണം. എൻ്റെ എന്നും നിന്നാൽ സർവം ദൈവമയമാണീ മണ്ണിൽ, എൻ്റെ മുൻപിൽ നീ മാത്രം. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് യെശയ്യാ പ്രവചനം 43:1 തൊട്ട് വായിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ പ്രാർത്ഥിക്കാം. യെശയ്യാവ് 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൽ നിന്ന് അല്പനേരം നമുക്ക് ചിന്തിക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെപ്പോഴും. ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തുകയും ശക്തി പകരുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ദൈവഭക്തന്മാരോടൊപ്പം എപ്പോഴും ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ അവരോട് കൂടെ സ്നേഹവാനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നമ്മൾ അവൻ്റെ അദൃശ്യ കരം പിടിച്ച് മുന്നോട്ട് പോകുക. അവൻ നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മാറാത്ത സാന്നിധ്യത്തിൽ ആ നിറവ് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നമ്മുടെ രക്ഷകൻ ഒരിക്കലും മാറിപ്പോകാൻ കഴിയുകയില്ല. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന വാഗ്ദത്തം ചെയ്തവൻ്റെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉടനീളമുണ്ട്. പകുതി വഴിയിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. അവസാന ശ്വാസം വരെ ജീവിതയാത്രയിൽ അവൻ കൂടെ ഉണ്ടാകും. ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എന്നാൽ എന്ത് ചെയ്താലും അത് ദൈവഹിതമാണോ എന്ന് മനസ്സിലാക്കി ചെയ്യുക. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ നടുക്കിയെന്നിരിക്കും. എന്താണിങ്ങനെ ഒക്കെ സംഭവിക്കുന്നതെന്ന് നാം ചിന്തിച്ച് വിഷമിച്ചേക്കാം. എന്നാൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഭയപ്പെടാനൊന്നുമില്ല. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. ദൈവവചന അടിസ്ഥാനത്തിൽ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുക. പ്രതികൂലങ്ങൾ ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ, ദേശങ്ങളിൽ, നമ്മൾ കൂടുന്ന ദൈവസഭകളിൽ, എല്ലാ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സ് പതറാതെ ഉറപ്പും ധൈര്യമുള്ളവരായി പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. യോശുവ 2:5 നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് എന്ത് അത്ഭുതവും പ്രവർത്തിക്കുവാൻ കഴിയും? അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് നടക്കുന്ന ലോകസംഭവങ്ങൾ കണ്ട് ഭയപ്പെടരുത്. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവത്തിന് ഈ ലോകം കാണുന്ന ചില അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുണ്ട്.
അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ നാം മനസ്സിലാക്കുക. ദൈവജനം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. 91 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ 10 വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91 സങ്കീർത്തനത്തിൽ കൂടി ദൈവം നമ്മളെ അവൻ്റെ കരങ്ങളിൽ താങ്ങിയിരിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഭയം മാറും, നമ്മുടെ ദൈവിക രക്ഷയെക്കുറിച്ച് മനസ്സിലാകും. അവൻ നമ്മളെ കരുതുന്ന വിധങ്ങളെ അതിൽ വർണ്ണിച്ചിരിക്കുന്നു. അതിൽ വീണ്ടും പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ സങ്കീർത്തനം നമുക്ക് അനുഗ്രഹവും ബലവും പകരുന്നു. ഈ സങ്കീർത്തനം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. പലപ്പോഴും തളർന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനം നമ്മളെ തളരാതെ ആത്മീയ ബലം പകർന്നുകൊണ്ടേയിരിക്കും. യെശയ്യാവ് 41:10 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വഴി നടന്ന് ക്ഷീണിച്ച് ഒരു പാലത്തിനടുത്തെത്തി. പാലം അപകടത്തിൽ എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാൽ വെച്ച് നോക്കിയപ്പോൾ പാലം കുലുങ്ങുന്നു. അയാൾക്ക് അപ്പുറം കടന്നേ മതിയാവും. അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പാലത്തിൻ്റെ അങ്ങേ തലയ്ക്കിൽ ദൈവം നിൽക്കുന്നതായി കണ്ടു. അയാൾക്ക് വളരെ സന്തോഷമായി. തന്നെ വന്ന് അപ്പുറത്തേക്ക് പോകാൻ സഹായിക്കണമെന്ന് അയാൾ ദൈവത്തോട് പറഞ്ഞു. പക്ഷേ ദൈവം അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. അയാൾക്ക് ആകെ ദേഷ്യമായി. വളരെ കഷ്ടപ്പെട്ട് സാവധാനത്തിൽ പാലത്തിലൂടെ നടന്ന് അയാൾ അപ്പുറത്തെത്തി. അവിടെ കണ്ട കാഴ്ച അയാളെ വളരെ അത്ഭുതപ്പെടുത്തി. തകർന്ന പാലം താഴെ പോകാതെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ദൈവം നിൽക്കുന്നു. ദൈവം എന്താ വരാത്തത്, എന്താ താമസിക്കുന്നത് എന്നൊക്കെ നാം പലപ്പോഴും പരിഭവിക്കാറുണ്ട്. ദൈവം വരുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ പല ആശ്രയ സ്ഥാനങ്ങളിൽ നമ്മൾ തേടിപ്പോകാറുണ്ട്. പലരും കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പണം ചിലവാക്കി പലരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾക്ക് കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നടക്കണം. അത് നടത്തില്ലെങ്കിൽ പിന്നെ നിരാശ, ടെൻഷൻ ഉണ്ടാകുന്നു, ദൈവത്തെ പഴി പറയുന്നു, പിറുപിറുക്കുന്നു. ഇനി വേറെ എന്ത് വഴിയെന്ന് ചിന്തിച്ച് മനം തകരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ മറുപടി തരാതെ നമ്മളെ വീഴാതെ താങ്ങി നിർത്താനാണ് ദൈവം ശ്രമിക്കുന്നത്. ഈ സമയത്ത് നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ പിറുപിറുക്കുകയും ദൈവത്തിൽ വിശ്വാസമില്ലാതെ പലതിലും ആശ്രയിക്കാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് ഇസ്രായേൽ ജനങ്ങൾക്കും പറ്റിയത്. സീനായ് മരുഭൂമിയിൽ തമ്പടിച്ച് താമസിക്കുമ്പോൾ ന്യായപ്രമാണം നൽകേണ്ടതിനായി ദൈവം മോശയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. മോശ വരാൻ താമസിക്കുന്നുവെന്ന് പറഞ്ഞ് ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. അത് അവരുടെ സ്ഥിരമായ പാവമായിരുന്നു. പരാതി പറച്ചിലും പിറുപിറുപ്പും. ഒടുവിൽ ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ട് അത് നമ്മളെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചതും ഇനി മുന്നോട്ട് നയിക്കാനുമുള്ളതുമായ ദൈവം തന്നെ എന്ന് പറഞ്ഞ് അതിനെ നമസ്കരിച്ചു. ഫലമോ വലിയ സംഹാരം നടന്നു. ദൈവകോപം ഉണ്ടായി. 3000 ആളുകൾ കൊല്ലപ്പെട്ടു. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഹൃദയം വേദനപ്പെട്ടുവെന്ന് അതാണ് സങ്കടകരമായ വസ്തുത. ദൈവത്തിൽ വിശ്വാസമില്ലാതെ അന്യപ്പെട്ടു പോകുമ്പോൾ ദൈവകോപം ഉണ്ടാകുന്നു. അപ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുന്നു. ഇത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ദൈവം സർവ്വജ്ഞാനിയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ദൈവത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്, സമയക്രമങ്ങളുണ്ട്. താമസിച്ചാലും അവൻ്റെ പ്രത്യക്ഷത ഉണ്ടാകാതിരിക്കുകയില്ല. മനുഷ്യൻ്റെ വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും മാത്രമല്ല, അതിലൂടെ അവൻ്റെ മഹത്വം പ്രസരിച്ച് വ്യാപിക്കുന്നതും അവൻ്റെ പരമലക്ഷ്യമാണ്. അദൃശ്യനായ ദൈവം മുമ്പിലുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ദാനിയേൽ സിംഹക്കുഴിയിൽ ചെന്ന് അവിടെ വെച്ചാണ് ദൈവം വിടുവിച്ചത്. അവിടെ അവൻ ദൈവത്തെ കണ്ടു. ലാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ലാസർ മരിച്ചു 4 ദിവസമായി. നാറ്റം വെച്ച് തുടങ്ങി.
ആരും പ്രതീക്ഷിച്ചില്ല വീണ്ടും ജീവിക്കുമെന്ന്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. യേശു അതാണ് അവിടെ കാണിച്ചു കൊടുത്തത്. മരിച്ചവനെ ഉറപ്പിക്കാൻ കഴിയുന്നവനാണ് യേശു എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അതിനായി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവെ തീക്കുണ്ടത്തിലേക്ക് എടുത്ത് എറിഞ്ഞു. അവർ തന്നെ അവരെ വിട്ടുകൊടുത്തു. അഗ്നികുണ്ഡത്തിൽ വെച്ച് അവർ ദൈവത്തെ കാണുകയാണ്. അവരവരെ ക്ഷീണിച്ചില്ല. അവർ വിശ്വാസത്തോടെ കൂടി അവസാന നിമിഷങ്ങളിൽ അവർ ദൈവത്തെ കണ്ടു. ദൈവം അവരുടെ കൂടെ നടന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. അത് ആവശ്യം വരുമ്പോൾ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയും ചെയ്യും. പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ദൈവത്തെ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ നമുക്ക് ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. അതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.